ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ഒരേ വിധത്തിലുള്ളൊരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയും ഉണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സ്റ്റില്ല്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ് കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ? ഭീഷ്മയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് ഈ നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിലതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലഘട്ടത്തിൽ അല്ല അപ്പൊ പറഞ്ഞ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ നമുക്ക് നമ്മൾ കാണുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യ ആകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ. ട്രെയിലർ ശ്രദ്ധിച്ചത് അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോൾ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പം പക്ഷേ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി.ഡി. സാറുമാരി ഒരു സാറിൻ്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി.ഡി. സാർ അതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. അതിൻ്റെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി.